പ്രിയപ്പെട്ടവരെ, ഇന്ന് ശ്രീ എ കെ ആന്റണിയുടെ ജന്മദിനമാണ്. എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ചേർത്തല അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി. അദ്ദേഹം കെ എസ് യുവിൽ കൂടി പൊതുരംഗത്ത് വന്ന ആളാണ്. കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. വളരെ ചെറിയ പ്രായത്തിൽ, ഏതാണ്ട് 30 വയസ്സിന് മുമ്പ് KPCCയുടെ ഏക ജനറൽ സെക്രട്ടറി. അന്ന് ഇന്നത്തെ പോലെ 58 ജനറൽ സെക്രട്ടറിമാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീ എ കെ ആന്റണിയാണ്. പിന്നീട് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റായി, ഏതാണ്ട് 33-ാമത്തെ വയസ്സിൽ. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം കേരള മുഖ്യമന്ത്രി. പിന്നീട് രാജ്യസഭാംഗമായി, കേന്ദ്രമന്ത്രിയായി, പിന്നെയും കേരള മുഖ്യമന്ത്രിയായി, പിന്നെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി, പിന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി, പിന്നെ രാജ്യസഭാംഗമായി. ആ വഴിക്ക് കേന്ദ്രത്തിൽ ഏതാണ്ട് 8 കൊല്ലം പ്രതിരോധ മന്ത്രി. ഒരു മലയാളിക്ക് ആഗ്രഹിക്കാവുന്നതിൽ വെച്ച് എല്ലാ സ്ഥാനങ്ങളും ലഭിച്ച ഒരാളുണ്ടെങ്കിൽ അത് ശ്രീ എ കെ ആന്റണിയാണ്. അത് യാതൊരു സംശയമില്ല. അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രപതി കൂടി ആകേണ്ടത്. അദ്ദേഹത്തെ രാഷ്ട്രപതിയായി കിട്ടാത്തത് നമ്മൾ ഓരോരുത്തരും നിർഭാഗ്യം എന്ന് വിചാരിച്ചു. കാരണം ആന്റണിയെ പോലെ ആന്റണി മാത്രവും, ഒരേ ഒരു ആന്റണി എന്ന് ഞാൻ പറയുമ്പോൾ, ഈ പരിപാടി കാണുന്നതിൽ വേറെ ആന്റണിമാരുണ്ടെങ്കിൽ അവർ എന്നോട് പിണങ്ങുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആന്റണിമാർ ഒരുപാടുണ്ടാവും, പക്ഷേ എ കെ ആന്റണിയായിട്ട്, അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയായിട്ട് ഈ ആന്റണി മാത്രം, അതായത് സാക്ഷാൽ എ കെ ആന്റണി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആദർശധീരനാണ്. ഇദ്ദേഹം വലിയൊരു പ്രഭാഷകനല്ല, ഒരു സംഘാടകനല്ല, വലിയൊരു ബഹുജന നേതാവല്ല, ഒരു ഭരണകർത്താവുമല്ല. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നില്ല. കേരളം കണ്ട ഏറ്റവും കഴിവ് കുറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവുമായിരുന്നു. അപ്പോൾ ഭരണത്തിലോ പ്രതിപക്ഷത്തിലോ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു വ്യക്തിമുദ്രയെ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ദുർബലനായ ഒരു മുഖ്യമന്ത്രി, പരമദുർബലനായ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഒരു സംഘാടകനുമല്ല, പ്രസംഗകനുമല്ല. ഇതൊന്നുമല്ലാതെയും പുള്ളി എങ്ങനെ ഈ പദവികളൊക്കെ കരസ്ഥമാക്കി എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ, ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു വലിയ ദുരൂഹ സമസ്യയാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. എന്നറിയുമോ? എ കെ ആന്റണി കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ആദർശധീർ. കോൺഗ്രസ്സുകാർ നമുക്കറിയാം, ആദ്യം പേര് വയറ്റിപ്പഴുപ്പുകാരാണ്. പണ്ട് കാലത്ത് മഹാത്മജിയുടെ കാലത്തും പിന്നീട് നെഹ്റുജിയുടെ കാലത്തുമൊക്കെ പരോപകാരികളായ അല്ലെങ്കിൽ സർവ്വസംഘ പരിത്യാഗികളായ ചില കോൺഗ്രസ്സുകാർ, ഗാന്ധിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാവരും തന്നെ വംശനാശം സംഭവിച്ചു സിംഹവാലക്കുരങ്ങിൻ്റെ അവസ്ഥയിലെത്തിയ സമയത്താണ് ആന്റണിയുടെ ഉദയം ഉണ്ടാകുന്നത്. ആന്റണിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പുള്ളി മനസ്സാവാച കർമ്മണ യാതൊരു അഴിമതിയും നടത്തുകയില്ല. അഴിമതിയുടെ വിപരീത പദം സ്കൂളിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, അഴിമതി വിപരീതം ആന്റണിയുടെ വിപരീത പദം ചോദിച്ചാൽ അതും അഴിമതി എന്നത്. ആന്റണി ജനിച്ച പിന്നെ യാതൊരു അഴിമതിയും നടത്തിയില്ല, ഇനിയും ഒരഴിമതിയും നടത്തുകയുമില്ല. അദ്ദേഹം ഒരിക്കലും സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബന്ധുവിന് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യക്കോ മക്കൾക്കോ സഹോദരി സാരന്മാർക്കോ അയൽവക്കക്കാർക്കോ പരിചയക്കാർക്കോ നാട്ടുകാർക്കോ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ട് 5 പൈസയുടെ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നിയാൽ പുള്ളി അതിന് വിപരീതമായ തീരുമാനമേ എടുക്കൂ. അതാണ് ആന്റണിയാക്കി നിലനിർത്തുന്നത്, ആന്റണി ആദർശധീരനാക്കി നിലനിർത്തുന്നത്. ഇത് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒരു സംഭവം പറയാം. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എ കെ ജോൺ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അത് ഈ സമീപകാലത്ത് മരിച്ചുപോയി. പാവം മനുഷ്യരായിരുന്നു. എ കെ ജോൺ ഹൈക്കോടതിയിൽ വക്കീലാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ജോൺ സാർ എന്ന് വിളിക്കും, ചിലപ്പോഴൊക്കെ ജോണേട്ട എന്ന് വിളിക്കും. സാധു മനുഷ്യനാണ്, ആന്റണിയെ പോലെ. ഇദ്ദേഹത്തിന് കുറച്ചും കൂടി തടിയും വയറും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എ കെ ജോൺ 1991 കരുണാകരൻ്റെ മന്ത്രിസഭ വന്ന സമയത്ത് അന്ന് അഡ്വക്കേറ്റ് ജനറൽ MP കുറുപ്പാണ്. MP കുറുപ്പ് ഇവിടെ നിന്ന് ഗവൺമെൻറ് പ്ലീഡർമാരാകാനുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതുമായിട്ട് തിരുവനന്തപുരത്ത് ചെന്ന് KPCC പ്രസിഡന്റായിരുന്ന ആന്റണി മോഹൻ കാണിച്ചു. ആന്റണി ലിസ്റ്റിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേര് കുറേ അടിയിലാണ്, എ കെ ജോൺ എന്ന് കണ്ടു. ആന്റണി ഉടനെ തന്നെ പേനെടുത്തിട്ട് ആ പേരങ്ങോട്ട് വെട്ടി. കാരണം എ കെ ആന്റണിയുടെ അനിയൻ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറായ ആർക്കാ അതിൻ്റെ കുറച്ചിൽ? ആന്റണിക്കാണ്. ആന്റണിയുടെ ഇമേജിന് വലിയ ക്ഷതം സംഭവിക്കും. ആന്റണിയെ പേര് വെട്ടി. MP കുറുപ്പ് സാർ ഇതുമായിട്ട് കരുണാകരനെ മുഖം കാണിക്കാൻ. കരുണാകരനെ ലിസ്റ്റിങ് നോക്കിപ്പോ ഒരു പേര് വെട്ടിയിരിക്കുന്നു. കരുണാകരൻ അങ്ങനെ അധികം സംസാരിക്കില്ല. കരുണാകരൻ എന്ന് ചോദിച്ചു. അപ്പോൾ കുറുപ്പ് സാർ പറഞ്ഞു, എ കെ വെട്ടിയതാണ്, അദ്ദേഹത്തിൻ്റെ അനുജനാണ്. അത് കേട്ടപ്പോൾ കരുണാകരൻ്റെ മുഖത്ത് ഉണ്ടായ ഭാവം
അത് കലാമണ്ഡലം ഗോപി ആശാന് പോലും അഭിനയിക്കാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു ഭാവമാണ്. പുള്ളി പേന എടുത്തിട്ട് ആ വെട്ടിയൻ്റെ പുറത്ത് ചെറിയൊരു ടിക്കിട്ടു, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഓ, അവൻ്റെ മറ്റത് പോവായിരിക്കും എന്ന്. ഈ മറ്റത് എന്താണെന്നുള്ള കരുണാകരന് മാത്രം അറിയാം. ഏതായാലും അങ്ങനെ AK ജോൺ ഹൈക്കോടതിയിൽ ഒരു ഗവൺമെന്റ് പ്ലീഡറായിട്ട് 5 കൊല്ലം പ്രവർത്തിച്ചു. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്ന് പറഞ്ഞ പോലെ കരുണാകരൻ്റെ മന്ത്രിസഭ കഴിഞ്ഞ്, നായനാരുടെ മന്ത്രിസഭ കഴിഞ്ഞ് വീണ്ടും 2001 UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടായി. മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ നമ്മുടെ ആദർശധീരനായ AK ആന്റണിയാണ്. വീണ്ടും ഇതുപോലെ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ രത്നസിംഗാണ്. രത്നസിംഗ് ഇവിടെ നിന്ന് ഈ ഗവൺമെന്റ് പ്ലീഡർമാരാവാനുള്ള ആളുകളുടെ ലിസ്റ്റുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അതിൽ AK ജോണിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന ലിസ്റ്റിൽ ജോണിന്റെ പേരുണ്ടായിരുന്നില്ല. എന്തായിരിക്കും സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാലോ. പാവം ജോൺ അതിനിടയ്ക്ക് കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുമായി. അദ്ദേഹം വളരെ വൈകി വിവാഹം കഴിച്ചാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. അദ്ദേഹം കുറേ നാൾ പരിഭവിച്ചു. എൻ്റെ ചേട്ടനല്ല വേറെ ആരെങ്കിലും ആയിരുന്നു കേരള മുഖ്യമന്ത്രിക്ക്, ഞാനിപ്പോൾ ഇവിടെ എന്ത് നിലയിൽ ജീവിക്കേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. ഏതായാലും 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ ആന്റണി അന്നും നിരുത്സാഹപ്പെടുത്തുകയും എന്തെങ്കിലും ഇടംകോലുടെയൊക്കെ ചെയ്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ജോണിനെ ഹൈക്കോടതിയിൽ ഒരു സീനിയർ ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിയമിച്ചു. അദ്ദേഹം 5 കൊല്ലം കൂടി ആ ശമ്പളം മേടിച്ച് അതുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇത് പറയുമ്പോൾ കരുണാകരനില്ല, MP കുറുപ്പ് സാറില്ല, രത്നസിംഗുമില്ല, ജോണുമില്ല. ഈ സംഭവം ആന്റണി നിഷേധിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ AK ആന്റണി എങ്ങനെയാണ് AK ആന്റണി ആയെന്ന്, വേറെ ഒരാളും എന്തുകൊണ്ടാണ് AK ആന്റണി ആകാത്തത് എന്ന്. ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ആന്റണിയോട് വലിയ സ്നേഹമാണ്. കാരണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ആന്റണിയെ പോലെ ആന്റണി മാത്രമേ ഉള്ളൂ. ആന്റണിയെ പോലെ ഇനി ഒരാളുണ്ടാകാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശ്രീ AK ആന്റണിക്ക് ജന്മദിന മംഗളങ്ങൾ നേരുന്നു. അദ്ദേഹം ഇനിയും ഒരുപാട് കാലം ഇതുപോലെ തന്നെ തുടരട്ടെ. അദ്ദേഹത്തെ ഒരു ഉദാഹരണമാക്കി, ഒരു മാതൃകയാക്കി ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊക്കെ അവസരം കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നില്ല. കാരണം ആന്റണി നിരീശ്വരവാദിയാണ്, ദൈവവിശ്വാസിയല്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാലും പുള്ളിക്ക് അത് എനക്കണം. അതുകൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നു, എന്ന് ആശിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതും.